കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ നോക്കുന്ന തിരക്കില്ല എല്ലാവരും. നോക്കി തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ഐസുട്ടിക്ക് മാത്രം എടുക്കാൻ പറഞ്ഞു. വിട്ടുപോയതല്ല, വേറെ ഷോപ്പ് കയറണമായിരുന്നു. അങ്ങനെ ഐസുട്ടിക്ക് ഡ്രസ്സ് എടുക്കാനും പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഒരുപാട് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാണ്ട് അല്ല വേറെ പാട് കാണുന്നത് ഇതാണ്. എന്തായാലും ഇന്ന് നമുക്ക് അനുകൂലമാണ് കാലാവസ്ഥ. സ്വത്ത് വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ തന്നെ ഐസ് കയറിയിരുന്നു. മടിയിലൊന്നും ഇരിക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നിന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇനി ഈ പ്രായത്തിലുള്ള ഓരോ കുട്ടികളൊക്കെ ക്യൂരിയോസിറ്റി ആണല്ലോ, അങ്ങനെയൊക്കെ നിൽക്കല്ലേ. അങ്ങനെ എല്ലാം കഴിഞ്ഞെത്തിയപ്പോൾ നൈറ്റായി. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ തിരിച്ചു വന്നത്. തിരിച്ചു വരുമ്പോൾ അതിനെക്കാട്ടി രസം ഞാനും മുന്നിലേ ഇരിക്കും, സ്വത്താപ്പാൻ്റെ കൂടെ ഇരിക്കുക പറഞ്ഞിട്ട് ഓൻ്റെ കൂടെ. പിന്നത്തെ ഡ്രൈവർ ഐസിനായിരുന്നു. എല്ലാ കാര്യം കഴിഞ്ഞെത്തിയപ്പോഴത്തേനും ഒരുപാട് സമയമായി. പിന്നെ വീട്ടിലെത്തി. വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കിടക്കാൻ അതിനും സമയമായി. ഉമ്മച്ചിക്ക് മൈലാഞ്ചിട്ടെടുത്ത് ഐസിനിറക്കി ഐസിൻ്റെ കയ്യിലും കുത്തിയേറി. പിന്നെ പെരുന്നാളായാലും എന്ത് പരിപാടി ആയാലും എനിക്കിഷ്ടം ഐസിൻ്റെ കയ്യിൽ മൈലാഞ്ചിട്ടെടുക്കണം. അങ്ങനെ ഞങ്ങൾ മൈലാഞ്ചിട്ടലൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ സമയം 2 മണിയാണ്.